മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വണ്ടൂരിലെ മുസ്ലിം ലീഗിൽ കൂട്ട നടപടി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തിയെങ്കിലും ശക്തമായ മത്സരം നടന്ന 20-ാം വാർഡിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയുടെ കനത്ത പരാജയമാണ് കൂട്ട നടപടിയിലേക്ക് നയിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 6 പേരെയാണ് മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അതേസമയം നടപടി പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. വണ്ടൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായം മാനിക്കാതെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് വണ്ടൂരിലെ മുസ്ലിം ലീഗിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. വാർഡിലെ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ മത്സരിച്ച ഷൈജൽ എടപ്പറ്റ 247 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി P മുഹമ്മദ് കുഞ്ഞിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് 6 പേർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വനിതാ ലീഗ് നേതാവ് KK സാജിദ, 20-ാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്തിരുന്ന V ഹനീഫ, MSF മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EP ഫാസിൽ, മുൻ ജനറൽ സെക്രട്ടറി PK റിയാസ്, വാർഡിലെ മുതിർന്ന നേതാക്കളായ നസീം നാലകത്ത്, EK ഹബീബ് തുടങ്ങിയവരെയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ വാർത്ത പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിൽ വന്നതോടെയാണ് പ്രവർത്തകർ അറിഞ്ഞത്. ഇതോടെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പ്രതിഷേധമുയർത്തി. പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം മാനിക്കാതെ മുസ്ലിം ലീഗിന്റെ ചട്ടക്കൂടുകൾ മറികടന്ന് 20-ാം വാർഡിൽ മത്സരിച്ച് പരാജയം ഏറ്റുവാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയ്ക്കും ഇതിന് കൂട്ടുനിന്നവർക്കുമെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് ഇവരുടെ വാദം. സസ്പെൻഡ് ചെയ്യപ്പെട്ട MSF മുൻ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PK റിയാസ് 20-ാം വാർഡിന് പുറത്തുനിന്നുള്ള പ്രവർത്തകനാണ്. റിയാസിനെതിരെയുള്ള നടപടിയിൽ 14-ാം വാർഡ് ചെട്ടിയാറമ്മൽ ലീഗ് കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാർട്ടിയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവർക്കെതിരെ നടപടിയെടുത്തത് തെറ്റാണെന്ന രീതിയിലാണ് പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.